എല്ലാവർക്കും നമസ്കാരം. ദി സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താ പറയുക, വാട്ടർ ടെക്നിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആ വെള്ളത്തിന് ആ ഒരു ഇമോഷൻസ് കൊടുത്ത് പറയുമ്പോൾ വെള്ളം അത് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നും നമുക്കത് റിയാലിറ്റിയിലേക്ക് അത് വരുന്നുണ്ടെന്നും നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ അതുപോലൊരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വാട്ടർ ബോട്ടിൽ ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ ടെക്നിക്കിന് നമുക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഒരു വാട്ടർ ബോട്ടിൽ വേണം. ഇതിപ്പോൾ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഒരു കുപ്പി, സാധാരണ കുപ്പി ആയാലും മതി. അതുപോലെ ഒരു പേപ്പർ വേണം, ഒരു ഒട്ടിക്കാനുള്ള ഒരു ടേപ്പ് വേണം, ഒരു പേന വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്താ പറയുക, ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ ഈ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കുകളൊന്നും നമുക്ക് ഒരുപാട് കാര്യത്തിന് വേണ്ടി ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് കിട്ടി അതിന് ശേഷം പിന്നീട് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇതങ്ങനെയല്ല. നമുക്ക് മൾട്ടിപ്പിൾ ആഗ്രഹങ്ങൾ, എത്ര ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേപ്പറിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ പക്ഷെ നമ്മൾ ഇതിൽ എഴുതുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഇമോഷൻസ് ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ സ്നേഹം, ഒരു പാർട്ട്ണറെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതുക? ലവിങ് റിലേഷൻഷിപ്പ്, ലവ് എന്ന് പറഞ്ഞ ഇമോഷനാണ് അല്ലേ? അതുപോലെ ഇപ്പം നമുക്കിപ്പോൾ ഒരു പൈസയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മണി അല്ലെങ്കിൽ വെൽത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ 1 lakh rupees per month. അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കര സെന്റൻസ് കാര്യങ്ങളായിട്ടൊന്നുമല്ല എഴുതണത്. ജസ്റ്റ് നമ്മളിങ്ങനെ എഴുതി പോകണം. ലവ്, പീസ്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്തൊക്കെ നമുക്ക് ഇമോഷൻസ് വേണം. ഓക്കെ, ഹാപ്പിനെസ്, എല്ലാം നമുക്കിതിൽ എഴുതാന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ എഴുതുന്നത് ലവ്. ഇപ്പം എനിക്കിപ്പോൾ എന്താ പറയുക, എപ്പോഴും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ലവ്. ഓക്കെ, ലവ് എന്ന് പറഞ്ഞൊരു ഇമോഷൻസ് ഞാൻ കൊടുത്തു. എനിക്ക് ഹാപ്പിനെസ് വേണം, ഹാപ്പിനെസ് എന്ന് ഞാൻ എഴുതി. ഓക്കെ, പീസ്, സമാധാനം വേണം. ഓക്കെ, പ്രൈഡ്, ഒരു എന്താ പറയുക, ഒരു നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് എനിക്ക് വേണം. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് എഴുതാം. അതുപോലെ എനിക്കിപ്പോൾ ഒരു 1,00,000 രൂപ മാസം വേണം എന്നുണ്ടെങ്കിൽ 1 lakh per month. ഓക്കെ, അത്ര എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെ ഇമോഷൻസ് നമുക്ക് വേണോ അതെല്ലാം ഞാൻ ഇതിൽ എഴുതുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇത് കുറച്ചും കൂടെ വലിയ പേപ്പർ വേണം. എന്നിട്ട് ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിലിൽ ഇത് ഒട്ടിക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ടേപ്പ് അല്ലെ പശ എന്ത് വേണമെങ്കിൽ ആവാം, അത് വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ ചുറ്റും ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൽ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം നിറച്ച് ഒരു 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതായത് നമ്മൾ തൊടാനേ പാടില്ല. ഓക്കെ, എന്നിട്ട് 12 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് കുടിക്കുക. അപ്പോൾ നമ്മളൊരു വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്, രാത്രി കിടക്കാൻ നേരത്ത് ഇത് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എഴുതി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചു. അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആ വെള്ളം സന്തോഷത്തോടെ കുടിക്കുക. നമുക്ക് ഗോളുകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചൊന്ന് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇമോഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഈ ഇമോഷൻസ് എന്താ പറയുക, ഈ വെള്ളം എല്ലാം ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ ഒട്ടിച്ച് നമ്മളിത് പറയണം. ഓക്കെ, ലവ് വേണം, ഹാപ്പിനെസ് വേണം. നമ്മൾ ഈ വെള്ളത്തിനെ നമ്മളൊന്ന് എനർജൈസ് ചെയ്യുകയാണ് ചെയ്യണത് അല്ലേ? എന്നിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ എന്താണോ ആ വെള്ളത്തിൻ്റെ അകത്ത് അതാണ് നമുക്ക് വരിക അല്ലേ, നമ്മുടെ ഇമോഷൻസ്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് എത്ര ദിവസം ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീഫിൽ ചെയ്യാം, അടുത്ത വെള്ളം നമുക്ക് ചെയ്യാം. ഇത് പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് നേരം വയ്ക്കണമെന്നൊന്നുമില്ല, നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാം. അൺടിൽ ഈ ഒരു നമുക്കറിയാലോ, പേപ്പർ ആകുമ്പോൾ കുറച്ച് ചിലപ്പോൾ വെള്ളം വീഴും, എന്തെങ്കിലുമൊക്കെ ഇത് നാശമായി പോണ വരെ നമുക്ക് ഇതന്നെ ഒട്ടിക്കാം. ഇനി നിങ്ങളിപ്പോൾ ഒരു ഹോസ്റ്റലിലോ കാര്യങ്ങളിലോ ഒക്കെയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് നിങ്ങൾക്കിത് ആരും കാണണ്ട എന്നാണെങ്കിൽ ഇതിന് മുകളിൽ ഒരു വെള്ള പേപ്പർ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് കാണില്ലല്ലോ, പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഇമോഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മളിത് ഒട്ടിക്കുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, വായിക്കാനും പറ്റില്ലല്ലോ, പക്ഷെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കാണണ്ട, മറ്റാരും കാണണ്ട എന്നുള്ളതാണെങ്കിൽ ഒരു വെള്ള പേപ്പർ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കുക. എന്നിട്ട് സാധാരണ പോലെ ചെയ്യുക. എന്നിട്ട് ഇത് നാശമായി പോകുമ്പോൾ, ഇതിൽ വെള്ളമൊക്കെ വീണ് ഒരു വായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇത് കീറിയിട്ട് അടുത്ത ടേപ്പ് ഒട്ടിക്കുക. ഇതുപോലെ തന്നെ റീഫിൽ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഗോളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ലേ 4 പേരുണ്ട്, 4 പേർക്കും ഒരേ ഗോളാണെങ്കിൽ ഇപ്പോൾ ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഫിൽറ്ററിൻ്റെ പുറത്തുള്ളിൽ ഇതിലൊട്ടിക്കാം. അപ്പോൾ ആ കുടിക്കുന്നവർ ആരാണോ ആ വെള്ളത്തിൽ നിന്നെല്ലാം കുടിക്കുന്നത്, ആ ഒരു വാട്ടർ ബോട്ടിലിൽ നിന്ന് കുടിക്കുന്നത്, അവർക്ക് എല്ലാവർക്കും ആ ഒരു എനർജി, ആ ഒരു ഇമോഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുക, വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലൊരു പേപ്പർ എടുക്കുക. നമുക്ക് വേണ്ട ഇമോഷൻസ് ഇപ്പോൾ ലവ്, ഹാപ്പിനെസ്, പീസ്, സെൽഫ് റെസ്പെക്ട്, 1 lakh per month, ഇത് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണിത്. എന്തൊക്കെ ഇമോഷൻസ് നിങ്ങൾക്ക് വേണം ലൈഫിൽ, ഇപ്പോൾ നിൽക്കുന്ന നിങ്ങൾക്ക് വേണം, ആ ഇമോഷൻസ് ഒക്കെ നമ്മൾ എഴുതുക. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിക്കുക, ഈ ഒരു ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക. അതിനുശേഷം
ഈ ഒരു പ്രോസസ്സ് ആരും കാണണ്ട എന്നാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് വേറൊരു വെള്ള പേപ്പർ വെച്ച് ഈ എഴുതിയിരിക്കുന്ന ഒന്ന് മൂടുക. എന്നിട്ട് ഇത് വെള്ളം നിറയ്ക്കുക. രാത്രിയാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ. ഫസ്റ്റ് തവണ ചെയ്യുമ്പോൾ വെള്ളം നിറച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വളരെ സന്തോഷത്തോടെ ഈ ഗോൾസ് എല്ലാം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ഇതൊന്ന് കുടിക്കുക. എന്നിട്ട് എന്താ പറയുക, റീഫിൽ ചെയ്യുക, വെള്ളം ഇങ്ങനെ റീഫിൽ ചെയ്യുക. അതിനുശേഷം ഇതൊക്കെ ഈ ഒരു എഴുതിയ പേപ്പറൊക്കെ ഒന്ന് നാശമായി പോകുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം. നാശമായി പോയി കഴിഞ്ഞാൽ അടുത്തത് എടുക്കുക, ഇതുപോലെ എഴുതുക. ഇപ്പം ഇതിൽ വല്ലതും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എഴുതണ്ട. അടുത്ത ഇമോഷൻസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ എഴുതിയിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ഇമോഷൻസ്, നമുക്ക് ആ വേണ്ട ഇമോഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്നത് കുറേശ്ശെ നമുക്ക് അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കില്ല. കാരണം ഈ പേപ്പറിൽ നിന്ന് കേടാവുന്നവരെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന് വലിയ ഒറ്റ തവണ ഈ ഒരു എഴുതേണ്ട ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു വാട്ടർ ബോട്ടിൽ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ. നമുക്ക് നല്ലൊരു, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, സമാധാനം. നമുക്ക് ലൈഫിൽ എന്താ വേണ്ടത്? സമാധാനം വേണം, സന്തോഷം വേണം, സ്നേഹം വേണം. ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എഴുതാം. കാരണം ഇതൊക്കെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൂടാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗോൾസ് വേണം, ആ ഗോൾസ് കിട്ടുമ്പോൾ ഇമോഷൻസ് എന്താണ്, ഇതെല്ലാം നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് വർക്ക് ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് തരാം. ദിസ് ഈസ് റോഷ്നി മേനോൻ സൈനിങ് ഓഫ്.